ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഗൈസ്. അപ്പം ഇന്ന് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ ഒരു ചെറിയ അൺബോക്സിങ് വീഡിയോ ആണ്. ഒരു പ്രീമിയം ഹെൽമെറ്റ്. അപ്പം ഞാൻ വണ്ടി വാങ്ങി, അതിനുശേഷം ഒരു ഇച്ചിരി നല്ല ഹെൽമെറ്റ് ഇത്ര നാളില്ലായിരുന്നു, നോർമൽ ഹെൽമെറ്റായിരുന്നു. അപ്പം ഇച്ചിരി ഒരു പ്രീമിയം ഹെൽമെറ്റ് വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഫൈനലി ഒരു ഹെൽമെറ്റ് വാങ്ങി. അതിൻ്റെ അപ്പോൾ ഗൈസ്, ഇതാണ് SMK എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഹെൽമെറ്റാണ് ഞാൻ എടുത്തേക്കണത്. അപ്പോൾ എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, SMK എടുക്കണോ ആക്സർ എടുക്കണോ. അപ്പോൾ ഫൈനലി ഇത് രണ്ടും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഇനിഷ്യലി. സോ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് രണ്ട് ബ്രാൻഡും ഉണ്ടായിരുന്നു. അപ്പം ഇച്ചിരി കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ SMK എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. അതിനെനിക്ക് മെയിനായിട്ട് ഡിസൈനാണ് ഇഷ്ടപ്പെട്ടത്. അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ്. അടുത്തത് നമ്മുടെ ഇവിടെ അടുത്ത് പുത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഓട്ടോമൊബൈലിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഇപ്പോൾ ഓൺലൈൻ പ്രൈസ് കമ്പയർ ചെയ്തപ്പോൾ എനിക്ക് ഇവിടെ ഒരു 100-200 റുപ്പീസ് കുറവിൽ തന്നെ സാധനം കിട്ടി. അപ്പോൾ ഞാൻ ഹാപ്പി ആയിരുന്നു. ഇതാണ് SMK. അപ്പം ഇതിൻ്റെ മെയിൻ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ പിൻലോക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം അത് ഫസ്റ്റ് ഫീച്ചർ. പിന്നെ ഈ ഒരു ഡിസൈനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഈ ഒരു കർവിനെസ്, ഇപ്പം ഇവിടെ എഡ്ജിൽ വരാൻ നേരം ഈ ഒരു കർവിനെസ് ഉണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഓഫ് കോഴ്സ് ഇതിൻ്റെ കുഷനിങ് ഒക്കെ വളരെ സ്മൂത്താണ്. അപ്പം ഈ പിൻലോക്ക് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ രണ്ട് സ്ക്രൂ കണ്ടില്ല നിങ്ങൾ, ഇവിടെ. അപ്പം ഇതിൻ്റെ ഉള്ളിൽ അവർ ഒരു ഗ്ലാസ് ലെയർ എക്സ്ട്രാ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഉള്ളിൽ. അപ്പം ഈ സ്ക്രൂ വെച്ചിട്ട് ഉള്ളിൽ കണ്ടത് നിങ്ങൾക്ക് ഇവിടെ ഒരു സെക്ഷൻ കണ്ടില്ല ഇങ്ങനെ. അപ്പം ഇതാണ് പിൻലോക്ക് ലെയർ. അപ്പം ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ വെറ്റ് സർഫേസിൽ കൂടെ ഇപ്പം റെയിനി സീസണിലൊക്കെ വണ്ടി ഓടിക്കാൻ നേരം ഇവിടെ ഒരു നോർമൽ ഹെൽമെറ്റിൽ ഇപ്പം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ ബ്രീത്ത് ചെയ്യാൻ നേരം നമ്മുടെ ഈ എയർ പാസ്സായിട്ട് ഇവിടെ ഒരു ഫോഗ് ഫോർമേഷനാണ്. അത് ഈ ഹെൽമെറ്റിൽ വരില്ല. കാരണം വെച്ചാൽ ഇവിടെ ഒരു ആക്ച്വലി 2 ഗ്ലാസ് പ്ലേസ് ചെയ്ത് തരണം. ഉള്ളിൽ എയർ വാക്യൂം ആയിരിക്കും. സോ നമുക്ക് അവിടെ ഒരു അതൊരു എക്സ്ചേഞ്ച് നടക്കില്ല. അത് കാരണം ഓക്സിജൻ്റെ. അപ്പോൾ അത് കാരണം ഇവിടെ ഫോഗ് ഫോർമേഷൻ ഇരിക്കില്ല. അതാണ് മെയിൻ ഹൈലൈറ്റ്. സോ നമുക്ക് വിസിബിലിറ്റി ഓൾവേസ് നല്ലതായിരിക്കും. അതാണ് മെയിൻ ഫീച്ചർ. പിന്നെ എയർ വെൻറ്റ്സ് ഇവിടെ ടോപ്പിൽ ഇവിടെ ഫ്രണ്ടിൽ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്, ഭയങ്കര യൂസ്ഫുള്ളാണ്. പിന്നെ ടോപ്പിൽ 2 എയർ വെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതാണ്. പിന്നെ ഉള്ളത് ഇതിൻ്റെ ഈ റിയർ സ്പോയിലർ, ഭയങ്കര സ്റ്റൈലാണ്. ആരായാലും നോക്കും, അമ്മതൊരു ഡിസൈനാണ് കണ്ടോ. ഇവിടെ സ്പോയിലറിന് ഇവിടെ ലെയേഴ്സ് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ കണ്ടോ, ഇതൊരു മോട്ടോജിപ്പ് ഇൻസ്പയർഡ് ഹെൽമെറ്റാണ്. അപ്പം നമുക്ക് ഇവിടെ ഈ കർവ്നെസ്സും ടോപ്പ് ഈ കർവ്നെസ്സും കിട്ടുന്നുണ്ട്. ഇത് ഭയങ്കര സ്റ്റൈലാണ് ഇത്. സോ നോർമൽ ഇപ്പം ഹെൽമെറ്റ് ആണെങ്കിൽ ഇപ്പം ഞാൻ ആക്സർ ചെക്ക് ചെയ്തപ്പോൾ ഒരുവിധം റൗണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വേണം നമുക്ക് ഇവിടെ ഇതിൻ്റെ ഏരിയ കുറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നല്ല ഒരു കൂപ്പേ ഡിസൈനാണ് വരുന്നത്. അപ്പോൾ അതാണ് മെയിൻ ഹൈലൈറ്റ് എനിക്ക് ഈ ഹെൽമെറ്റ് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഓഫ് കോഴ്സ് ഇതിൻ്റെ ഇന്റീരിയർ കുഷനിങ് വളരെ സ്മൂത്താണ്, ഭയങ്കര സ്മൂത്താണ്. നമുക്ക് അത്ര ഹാർഡ്നെസ് ഇവിടെ ഫീൽ ആവുന്നില്ല. ഇതൊക്കെ വളരെ രസമാണ്. അതൊക്കെയാണ് ഈ ഹെൽമെറ്റിൻ്റെ മെയിൻ ഫീച്ചർ. സോ ഫൈനലി ഐ എൻഡ് അപ്പ് വിത്ത് ബൈയിങ് SMK. Tank's for the video.